നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ പണം ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. ഒരേ സമയം പണത്തെ സ്നേഹിക്കുകയും അതേ അളവിൽ വെറുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു വരുമ്പം ഇതാണ് പ്രശ്നം. പല പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം പണം ഉണ്ടാകുമ്പോൾ ആളുകളുടെ സ്വഭാവം മാറുന്നു, ബന്ധങ്ങളിൽ മാറുന്നു. ശരിക്കും പണം ഉണ്ടാകുന്നതുകൊണ്ടല്ല മാറുന്നത്, നമ്മുടെ ബേസിക് ക്യാരക്ടർ അങ്ങനെയാണ്. പണമില്ലാത്ത സമയത്ത് അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല, പണം വന്നപ്പോൾ പ്രകടിപ്പിക്കുന്നു. നമ്മൾ കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിനെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം നമ്മുടെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്. ഇപ്പം പൈസയെ പറ്റിയുള്ള അല്ലെങ്കിൽ പണത്തെ പറ്റിയുള്ള ചിന്താഗതി, അപ്പം അതിന് വേണ്ടിയിട്ട് മാം ക്രിയേറ്റ് ചെയ്തൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ് മണി ആൻഡ് അബണ്ടൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് അബണ്ടൻസ് കൊണ്ടുവരിക. അബണ്ടൻസ് ഉദ്ദേശിക്കുമ്പം ധാരാളം പണം കൈവരിക, നല്ലൊരു വീടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ പറ്റുക, ഇതെല്ലാം അബണ്ടൻസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അത് ഉള്ളിലേക്ക് കൊണ്ടുവരാം? നമ്മുടെ ഉള്ളിൽ എപ്പോഴും മതിയാവുന്നില്ല, അല്ലെങ്കിൽ തീരെയില്ല, കുറവാണ്, അല്ലെങ്കിൽ ഇനിയും വേണം, ഇങ്ങനെയുള്ള ചിന്തകളാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ആണ് ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ റീപ്രോഗ്രാം ചെയ്ത് ധാരാളം പൈസ കയ്യിൽ വരാൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ ഒക്കെ സാധിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരുന്നത്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ കുറേ പണം വന്നു ചേരുന്നതാണോ അബണ്ടൻസ്? അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണോ? പലപ്പോഴും നമ്മൾ ചേസ് ചെയ്യുകയാണ് അബണ്ടൻസിനെ, സമ്പന്നതയെ ചേസ് ചെയ്യുക. ആക്ച്വലി സമ്പന്നത നേടിയെടുക്കുകയല്ല, നമ്മൾ ആയിത്തീരുകയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ആദ്യം സമ്പന്നത ഉണ്ടാകേണ്ടത്. അത് പണമെന്ന് പറയുമ്പോൾ ചിലർക്കത് കറൻസി ആയിരിക്കും, ചിലർക്ക് ബാങ്ക് ബാലൻസ് ആയിരിക്കും, ചിലർ പേരിലുള്ള സ്വത്തുക്കളായിരിക്കും, അസറ്റ്സ് ആയിരിക്കും. ചിലരെ സംബന്ധിച്ച് സമ്പന്നത എന്ന് പറയുമ്പം അവർ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതും പർച്ചേസ് ചെയ്യുന്നതുമായിരിക്കും വരുന്നത്. പലരുടെയും നിർവചനം വേറെയാണ്. ഈ സമ്പന്നത എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ മാത്രമുള്ളതല്ല, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കരിയറിൽ, നമ്മൾ സമ്പാദിക്കുന്ന നമ്മുടെ പണത്തിൽ, നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പണം, എല്ലാത്തിലും, ഈവൻ നമ്മുടെ സന്തോഷം, എത്രത്തോളം നമുക്ക് ജോയ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നു, അത് നമ്മുടെ സമ്പന്നതയാണ്. എൻ്റെ അടുത്ത് വരുന്നവരെപ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻറ്റ്, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, എൻ്റെ വർക്കിനനുസരിച്ച് എൻ്റെ കയ്യിൽ പണം ഉണ്ടാകുന്നില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സമ്പന്നത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു കാര്യം, പണത്തെ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പുറത്ത് പറയുമ്പം അതേ അളവിൽ തന്നെ എൻ്റെ ഉള്ളിൽ പണം നല്ലതല്ല, പണമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ ഇത് ഒരു ധ്രുവത്വം അല്ലെ, പൊളാരിറ്റിയാണ്. ഒരേ സമയം ഇങ്ങോട്ടും വലിക്കും ഇങ്ങോട്ടും വലിക്കും. അതുകൊണ്ട് എന്ത് പറ്റും, നമ്മുടെ അനുഭവം ഈ മതിലിൻ്റെ മുകളിലിരിക്കുന്ന പൂച്ചയെ പോലോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലൊക്കെ ആയിപ്പോവും. കാരണം ഒരേ സമയം നമ്മൾ രണ്ട് സൈഡിലോട്ടും വലിക്കുന്നു, നമ്മുടെ എനർജി അവിടെ വർക്കാവും. അതുകൊണ്ടാണ് പലരും ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സക്സസ്ഫുൾ ആകാതിരിക്കുന്നത്, പണം ഉണ്ടാകാൻ വേണ്ടി. പിന്നെ ഈ പണത്തെപ്പറ്റി പറയുമ്പോൾ അല്ലെ സമ്പന്നതയെപ്പറ്റി പറയുമ്പം, പ്രത്യേകിച്ചും പണത്തെപ്പറ്റി, പണം ഉണ്ടാക്കാൻ നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയാറുണ്ട്, പണത്തിന് വേണ്ടിയാണ്, പണം സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാലം അതിൻ്റെ പുറകെ ഓടിയിട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. അതെന്താണ്? നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പണത്തിന് പുറകെ പോയ പണം നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. നിങ്ങൾ എവിടാണോ സന്തോഷത്തോടെ ഇരിക്കുന്നത്, നിങ്ങൾ ജോയി ആയിട്ടിരിക്കുമ്പം, നിങ്ങൾ ആസ്വദിക്കുമ്പോഴാണ് പണം നമ്മളെ തേടി വരുന്നത്. നമ്മൾ പണത്തെ തേടിയല്ല പോകേണ്ടത്. നമ്മൾ ഒരു കോൺട്രിബ്യൂഷൻ ആകുമ്പം, നമ്മൾ വാല്യൂ ആഡ് ചെയ്യുമ്പം നമുക്ക് വരുന്ന ബൈ പ്രൊഡക്റ്റാണ് ഈ മണി എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് പലപ്പോഴും പണം ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടും പണം ഉണ്ടാക്കാതെ പോകുന്നത്. പക്ഷെ പലർക്കും ഉണ്ടല്ലോ, എന്തിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്, എന്ത് ചെയ്താലാണ് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുക, എന്നാലല്ലേ ഈ പറഞ്ഞ പണം വരികയുള്ളൂ. അത് പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ചിലവർ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനായിരിക്കും ഒരു ജോലി തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പ്രത്യേക ഒരു ജോലിക്ക് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിന് സന്തോഷം കണ്ടെത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിൽ മാക്സിമം വരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു എല്ലാ മാസവും ഒരുപോലെ തന്നെ കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടുന്ന മുഴുവൻ തീർന്നു പോകുന്നു, തിരിച്ചവർക്ക് സേവ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും? ഇതിൽ കണക്ട് ചെയ്തിട്ട്
പറയാൻ പറ്റും. എന്നോട് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ പർപ്പസ് കണ്ടെത്താൻ വേണ്ടി നടക്കുകയാണ്, പർപ്പസ് തേടി നടക്കുകയാണ്. ഒരു ലൈഫ് പർപ്പസ്, ഒരു യാഥാർത്ഥ്യം. നമ്മൾ പർപ്പസ് തേടി നടക്കുകയല്ല വേണ്ടത്, നമ്മളായി തീരുകയാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെന്ന് എത്തുന്നതാണ് നമ്മുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. പലരും അതായിത്തീരാൻ, കണ്ടെത്താൻ, നേടാനായിട്ട് അങ്ങ് ഓടുകയാണ്. പല മാർഗങ്ങളിലൂടെ എൻ്റെ പർപ്പസ് കണ്ടെത്തണം, ഇതുവരെ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല, ഒരുപാട് കംപ്ലൈൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പർപ്പസ് നമ്മൾ കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ജീവിതം ഏറ്റവും നന്നായിട്ട് ജീവിക്കുമ്പോൾ, നമ്മൾ അത് ആസ്വദിച്ച് അറിഞ്ഞ് ജീവിക്കുമ്പം നമ്മൾ എത്തിപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ആയിത്തീരുന്നതാണ് നമ്മുടെ പർപ്പസ്. ഒരുപക്ഷെ നമ്മൾ ചില സമയത്ത് വിചാരിക്കും ഇതെൻ്റെ പർപ്പസ് ആയിരിക്കും, അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പം നമ്മൾ എത്തിപ്പെടുകയാണ് അതിൽ ചെയ്യുന്നത്. ഫോർ എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനിങ്ങനെ ജോലി ചെയ്യണം, റിട്ടയർമെൻ്റ് ആയി കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷേ എൻഡ് ഓഫ് ദി റിസൾട്ട് ഇതായിരിക്കണം. ഇങ്ങനെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ആളുകൾക്ക് അത് മുന്നോട്ട് എങ്ങനെ പോകണം, ഇവിടം കൊണ്ട് തീർന്നു, എനിക്ക് വഴിയെല്ലാം അടഞ്ഞു, ഇനി എന്നാന്ന് അറിയില്ല, ഇവിടം കൊണ്ട് തീർന്നു, എനിക്ക് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരു മാർഗം, അവരെ കേൾക്കണം. അവർക്ക് ഇതുകൊണ്ട് തീർന്നില്ല, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അതായത് വലിയ അനന്തമായിട്ടുള്ള ആകാശം അല്ലെ അനന്തമായ സാധ്യതകൾക്ക് ഉള്ള നമ്മൾ മുള്ളുവേലി കൊണ്ട് അടച്ചിട്ട്, വേലി കെട്ടി അടച്ചിട്ട് എൻ്റെ ജീവിതം തീർന്നു, ഇനി എനിക്കൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ സ്റ്റക്കായി നിൽക്കുന്നത്. അവരുടെ മുള്ളുവേലികൾ മാറ്റിയിട്ട് അനന്ത സാധ്യതകൾ നിങ്ങൾക്കുണ്ട്, യു ഡിസേർവ് എവരിത്തിങ് എന്ന് പറയണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. പക്ഷെ അത് എങ്ങനെ പറയണം, എവിടെ പറയണം, ഇവരെ എങ്ങനെ കാണണമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ വന്ന സമയത്ത് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്, എനിക്കെന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് എന്നെക്കൊണ്ട് ആവശ്യം. എൻ്റെ ചോദ്യങ്ങളിൽ നിന്നാണ് എനിക്ക് പതുക്കെ പതുക്കെ ഉത്തരങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. ഞാനത് നാരോ ചെയ്ത്, ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി സ്പെഷ്യലൈസ് ചെയ്തൊരു സോഷ്യൽ വർക്കറാണ്. ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അനന്തമാണ്. കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യാം, നമുക്ക് ക്രിമിനൽസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ളവരുടെ അടുത്ത് വർക്ക് ചെയ്യാം, മെൻ്റൽ ഹെൽത്തിന് വേണ്ടി വർക്ക് ചെയ്യാം, വുമൻസിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാം, ഓൾഡ് ഏജ്, ഇങ്ങനെ കിടക്കുകയാണ് സാധ്യത. നമുക്കത് സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. സോ ഞാൻ ആദ്യം നിമാൻസിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ലൈബ്രറി എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ളൊരു ലൈബ്രറിയാണ്. ചെന്ന് കഴിഞ്ഞാൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നറിയില്ല, എവിടെ വർക്ക് ചെയ്യണമെന്നറിയില്ല. അവിടെ നിന്നാണ് നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ ക്ലാരിറ്റിയിൽ എത്തുന്നത്. എവിടാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്, എവിടാണ് എനിക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് എന്നെക്കൊണ്ട് ആവശ്യം, ആരെയാണ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ഇപ്പം ഞാൻ ടീച്ചിങ്ങിലേക്ക് പോയി. അവിടെ വരുമ്പോൾ നമ്മൾ സ്റ്റുഡൻസുമായിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് കൈകാര്യം ചെയ്യും. ഞങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീൽഡ് വർക്ക് ഉള്ളതാണ്. ഈ സ്റ്റുഡൻസ് പോയി ഒരുപാട് ഹോസ്പിറ്റലുകളിലും പോകുന്ന ഈ കേസുകളെല്ലാം നമ്മുടെ അടുത്താണ്, നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അടുത്താണ് വരുന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വരും. അതിൽ നമുക്കറിയാം എല്ലാം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും ചില മേഖലകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷവും സമാധാനം. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല, സംസാരിക്കുമ്പോൾ അറിയില്ല, നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അതിൽ പല രീതിയിൽ നമുക്കതിന് കോൺട്രിബ്യൂഷൻ ആകാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ പർപ്പസ്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്നത്. അല്ലാതെ നമ്മൾ ചേസ് ചെയ്ത് നടന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ പഠിച്ച കോഴ്സിൻ്റെ ബേസിസിലോ ഒന്നുമല്ല നമ്മൾ പർപ്പസിലേക്ക് എത്തുന്നത്. ചിലർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു കഴിവുമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ അത് തിരിച്ചറിയുന്നില്ല. എല്ലാവർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ചില നേച്ചർ ഉണ്ടാവും, ചില കഴിവുകളുണ്ടാവും. നമ്മളത് വളരെ സാധാരണമായിട്ട് ജനറലൈസ് ചെയ്യും. ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവായിരിക്കും. ഒരാൾക്കാരെ പറഞ്ഞു അതൊരു കഴിവാണോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഇന്ന് ആൾക്കാരെ കേൾക്കാൻ ആളില്ല ലോകത്ത്. എല്ലാവരും ആഗ്രഹിക്കുന്ന എന്നെ കേൾക്കാൻ ഒരാൾ വേണമെന്നുള്ളതാണ്. പിന്നെ മറ്റു ചിലർക്ക് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ പറ്റും. എല്ലാവരും പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ചിലർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിലെ ചില അമ്മമാർ കുക്ക് ചെയ്യുമ്പം ടേസ്റ്റ് നോക്കാതെ അവർ പറയും ഉപ്പ് ഇത്രയാണ്, അതവരുടെ ടാലൻ്റാണ്. ഇതുപോലെ പല പല ടാലൻറ്റുകൾ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാണ് ഓരോ മനുഷ്യരും.
നമ്മൾ ജനറലൈസ് ചെയ്യാതെ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കരിയറിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നമുക്കുടെ ഒരു യുണീക്ക് ക്വാളിറ്റി നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമ്മളല്ലേ നോക്കിയാൽ മതി എന്ത് ചെയ്യുമ്പോഴാണ് സമയം പോകുന്നത് ഞാൻ അറിയാത്തത്. ഞാൻ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ പോലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം എൻ്റെ സ്ട്രെസ് എല്ലാം കാണാതെ പോകും. എൻ്റെ വീട്ടിലെപ്പോഴും മോള് പറയാറുണ്ട്, ഭയങ്കര സ്ട്രെസ്സായിരിക്കും പോലും എനിക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ ഓൾ ഓഫ് സഡൻ ഐ വിൽ ചേഞ്ച്. എൻ്റെ എനർജി ഫുള്ള് ചേഞ്ച് ആവും, എൻ്റെ ഫോക്കസ് ചേഞ്ച് ആവും. സ്ട്രെസ്സൊക്കെ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ല ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ മറന്നിട്ട് നെക്സ്റ്റ് 2 hours ഞാൻ ആ ഫോണിലായിരിക്കും. ഞാൻ ഇതിലും വളരെ വലിയൊരു ഇഷ്യൂവിൽ ഇരുന്നാൽ പോലും അവരുടെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാനും ചെയ്യാൻ പറ്റും. സോ അതെൻ്റെ പാഷനാണ്, അല്ലെങ്കിൽ ഞാനത് ഒരുപാട് ആശ്രയിച്ച് ചെയ്യുന്നുണ്ട്. കോള് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു സന്തോഷത്തിൽ തന്നെ നിലനിൽക്കാനായിട്ട് തീർച്ചയായിട്ടും. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും അതിനേക്കാളും വലിയൊരു പ്രോബ്ലം വരുന്നത്. ഇത് ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ കാണും എൻ്റെ അതിനുള്ള സൊല്യൂഷൻ മുഴുവൻ എൻ്റെ കയ്യിലുണ്ടാവും. നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് സൊല്യൂഷൻസ് വരുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പഴയ ആ ഒരു എനർജിയിലേക്ക് പോകില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ആ വന്ന ആളുകളുടെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനും ഒക്കെ ആ ഒരു 1 hourൽ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും കാലം താമസിച്ചു പോയല്ലോ, ചിലപ്പം ഈ ഒരു പ്രായത്തിലെങ്കിലും എനിക്ക് എൻ്റെ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ അത് എനിക്ക് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചത് നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇനിയും കാലതാമസം വന്നിട്ടില്ല. ഒരിക്കലും വേറൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, പലരും ഉണ്ടല്ലോ ഇനിയും ഒരു അടി കൂടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താൻ നോക്കിയിരിക്കും. എനിക്കിനിയും അടുത്ത ഒരു ശ്വാസം ഇല്ല അല്ലെങ്കിൽ ജീവിതം ഇല്ല എന്ന് തോന്നുന്ന വീർപ്പ് മുട്ടുന്ന അവസ്ഥ വരയ്ക്കും നമ്മൾ ജീവിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട്, നമ്മുടെ ജീവിതം നമ്മുടെ അവകാശമാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും, സ്ത്രീക്കും പുരുഷനും ഒരു ജീവിതമുണ്ട്, ഈ ജീവിതം ഉപയോഗിക്കാനുള്ളതെന്ന് അറിയാനായിട്ട് നമ്മൾ ആ അവസാനത്തെ എൻഡ് വരെ പോകേണ്ട കാര്യമില്ല. നമുക്കറിയണം നമ്മൾ സഫർ ചെയ്തല്ലേ, സാക്രിഫൈസ് ചെയ്യുന്നതല്ല ജീവിതം. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ നമ്മൾ ദ്രോഹിക്കണമെന്നോ അവരെ അറിയണ്ടെന്നോ അല്ല. നമ്മൾ കുറച്ചെങ്കിലും നമ്മളെ കൂടെ തിരിച്ചറിയണം, നമ്മുടെ ആവശ്യങ്ങളും കൂടെ അറിയണം. എൻ്റെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ്, എൻ്റെ മനസ്സിന് അല്പം കൺസിഡറേഷൻ ആവശ്യമാണ്, എനിക്കും കുറച്ച് റിലാക്സേഷൻ ആവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് മതി. ആ തിരിച്ചറിവ് നമ്മളെ ലീഡ് ചെയ്യും. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കറിൽ സ്റ്റീം നിറയണത് പോലാണ്. നമ്മൾ സ്ഥലം ഉള്ളിടത്തോളം നമ്മൾ കൊള്ളും, അവസാനം ഒരു നിമിഷം അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അതിന് അപ്പുറത്തോട്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റില്ല. ഒരു ബലൂൺ പോലോ ഒരു കുക്കർ പോലോ പൊട്ടിത്തെറിച്ച് തീരാനുള്ളതല്ല എൻ്റെ ജീവിതം. എനിക്കും എല്ലാവരെയും പോലെ നോർമലായിട്ട് സന്തോഷിച്ച് ആസ്വദിച്ച്, പലർക്കും സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറ്റബോധമാണ്, സെൽഫിഷാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻറ്റിനോടും സെൽഫ് ലവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഏതോ വലിയ തെറ്റ് ചെയ്യുന്ന പോലെ അല്ലെ സെൽഫിഷ് ആകുന്നൊരു ഭയങ്കര ചിന്തയാണ് ഉണ്ടാകുന്നത്. അത് സ്ത്രീകൾക്കാണെന്ന് തോന്നുന്നു. സ്ത്രീകൾക്ക് അവർക്കായിട്ടൊരല്പം സമയം മാറ്റി വെക്കുക, അതല്ലെങ്കിൽ ഇച്ചിരി റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത്, എനിക്ക് തീരെ വയ്യായിരുന്നു ഞാനൊരു 2 മണിക്കൂർ കടന്നുറങ്ങി എന്ന് പറയുമ്പം ഏതോ വലിയ തെറ്റ് ചെയ്ത പോലെ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണ് നമ്മൾ അവർ മോൾഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു അസുഖം വന്നാൽ പോലും ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കാതെ ഇവരെവിടെ തകരുന്നെന്നറിയാമോ? ഇവരുടെ സ്വപ്നങ്ങളും ഇവരുടെ ജീവിതങ്ങളും ഒക്കെ ഇവർ കോംപ്രമൈസ് ചെയ്തു ഒരു പോയിന്റിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ഉള്ളിൽ അടക്കുന്നോ നമ്മൾ ഓവർ ഗിവിങ് ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കുറ്റം പറയാൻ തുടങ്ങും, എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ആർക്കു വേണ്ടിയാണോ ചെയ്തത് അവർ തന്നെ തിരിച്ചു ചോദിക്കും, ഇത് ഞാൻ ചോദിച്ചിട്ടാണോ നിങ്ങൾ ചെയ്തത്, ഇത് നിങ്ങളുടെ കടമയാണെന്നുള്ള ആ ഒരു രീതിയിൽ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് ഇവർ തകർന്നു പോകുന്നത്. അതായത് ഇവരുടെ സാക്രിഫൈസും ഇവർ വേണ്ടെന്ന് വെച്ചതും ഒന്നും അത് സ്വീകരിച്ചവർക്കൊന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ്. അങ്ങനെ വെറുപ്പിലേക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവരെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ അതിന് മുന്നേ തന്നെ തിരിച്ചറിവിലേക്ക് വന്ന് നമ്മളെ മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റേ ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ എല്ലാത്തിനോടും ഈ ലോകത്തോട് തന്നെ വല്ലാതെ ഒരു വെറുപ്പിലേക്ക് പോകും, മടുപ്പ്, വെറുപ്പ്, തിരിച്ചു വരാൻ പറ്റാത്തത്ര എല്ലാത്തിനോടും ഒരു വിരക്തി, എന്തിനാ ജീവിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ഫ്രീസ് അവസ്ഥയിലേക്കൊക്കെ പോകുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. നമ്മൾ അത്രയും പോകേണ്ട കാര്യമില്ല. നമ്മളെന്തിനാണ് മറ്റുള്ളവരൊക്കെ, നമ്മളൊക്കെ തന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ എന്തോരം തവണ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്.
എല്ലാ നിമിഷവും അല്ലെങ്കിൽ അടുത്ത് എങ്ങനെ പോകണം ഇങ്ങനെ പ്ലാനിങ് ആണ് ഭയങ്കര പ്ലാനിങ് ആണ്. ആക്ച്വലി കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 1 മണിക്കൂർ മാറ്റി വെച്ച് എനിക്ക് വേണ്ടി. അപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നാറുണ്ട്, അയ്യോ ഞാൻ 1 മണിക്കൂർ കിടന്നു അല്ലെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തു, അയ്യോ ആ സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആയിരിക്കാം ഒത്തിരിയും വന്നിട്ടുള്ള പ്രശ്നം. നമുക്ക് നോ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു നോ നമുക്ക് തരുന്ന ഒരു ഫ്രീഡം ഉണ്ട്. നമ്മൾ ഈ കണ്ടീഷനിങ്, അതായത് നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്നത് പ്രായമായവരോട് നോ പറയാൻ പറ്റില്ല, ഒരു പൊസിഷനുള്ളവരോട് നോ പറയരുത്, അവർക്ക് എമോഷണലി ബാധിക്കും, റെസ്പെക്റ്റ് ഇല്ലാതാകും. ഇതുകൊണ്ട് നമുക്ക് നോ എന്നുള്ളത് ഒരു കുറ്റമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വളർന്നു വന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ബേസിക് ആവശ്യത്തിന് പോലും നമുക്ക് നോ പറയാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അമിതഭാരമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മളെല്ലായിടത്തും തലയിൽ വെക്കും, നോ പറയാൻ പറ്റില്ല. അവസാനം നമ്മൾ എന്നെ അടക്കും, അവിടെ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബേൺ ഔട്ട് ആവുന്ന അവസ്ഥ, അതല്ലെങ്കിൽ എല്ലാവരോടും ദേഷ്യവും വെറുപ്പും, ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക, അല്ലെ നോ പറയുക എന്ന് പറയുമ്പോൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഞാൻ ഒരുപാട് പാടുപെടാറുണ്ട്. അവസാനം അവർക്ക് മനസ്സിലാവും, ഇതില്ലെങ്കിൽ എനിക്ക് ഇവിടെ രക്ഷയില്ല. രാവും പകലും ഈ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഈവൻ ഒരു പണത്തിൻ്റെ തന്നെ ഇടപാടിൽ നമുക്ക് നോ പറയാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഒരുപാട് റിസ്കിൽ പോയി പെടും. എൻ്റെ പല ക്ലയൻസും പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കും, ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാതെ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് പൈസ കൊടുത്തിട്ട് പിന്നെ ടെൻഷനാണ്, അടുത്ത ദിവസം മുതൽ ടെൻഷനാണ്, അത് കിട്ടുമോ എന്നുള്ള ടെൻഷൻ. പിന്നെ അത് ചോദിച്ചു കഴിയുമ്പോൾ റിലേഷൻഷിപ്പ് പോകും. നമ്മൾ എന്തിനാ നോ പറയാതിരുന്ന റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? റിലേഷൻഷിപ്പ് പിണക്കത്തിലേക്ക് പോകും, പൈസയും പോയി, പിണക്കത്തിലും പോയി ആയി. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂയിലേക്ക് നമ്മൾ പോലും അറിയാതെ. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ചില കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ ഇല്ലാതെ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെയും നമ്മൾ പുറത്ത് കിടക്കും, അൺവാണ്ടഡ് ആയിട്ട് സ്ട്രെസ്സിൽ നിന്ന് പുറത്ത് കിടക്കും. അതേപോലെ നമ്മൾ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു കഥ അവിടെ തുറന്നിടുകയാണ്. ഈ പ്രാവശ്യം ഇല്ല, അടുത്ത പ്രാവശ്യം ചോദിക്കും ഞാൻ തരാമെന്നുള്ളത്. എന്തിനാണ് അങ്ങനെ ഒരു കഥ തുറന്നിടുന്നത്? വീണ്ടും വീണ്ടും നോ പറയാനായിട്ട് ആദ്യം ക്ലോസ് ചെയ്യാം. നമുക്ക് എന്ത് പറ്റും പറ്റില്ല, ഇത് പറ്റുന്നതാണോ ഇല്ലയോ, ജെനുവിനാണോ ഇല്ലയോ. നമ്മൾ പണ്ടൊക്കെ പറയും, ഒരാൾ നശിച്ചല്ലെങ്കിൽ അഴുകി മറ്റൊന്നിന് വളവാകുക. നമ്മൾ അഴുകിയല്ല മറ്റുള്ളവരെ ജീവിക്കേണ്ടത്. വിൻ ആൻഡ് വിൻ, ഞാനും ജീവിക്കും നിങ്ങളും ജീവിക്കും. വിൻ വിൻ എത്രത്തോളം നമുക്ക് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുക. ഞാൻ ഉരുകി തീർന്നിട്ട് മറ്റുള്ളവർക്ക് വളവാങ്ങേണ്ട ആവശ്യമില്ല. അത് പലർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ആക്സസ് കോൺഷ്യസ്നെസ്സിൽ ഈ പറഞ്ഞ മണി അല്ലെങ്കിൽ അബണ്ടൻസ്, ആ ഒരു ചിന്താഗതിയെ മാറ്റാനായിട്ട് ഈ പറഞ്ഞ ആക്സസ് ബാറിൽ എത്രത്തോളം സാധിക്കുന്നുണ്ട്? ആക്സസ് ബാർസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പർട്ടിക്കുലർ കാര്യസാധ്യത്തിനായിട്ടുള്ള ഒരു ടൂളല്ല. ഒരാളുടെ ജീവിത വിജയത്തിലേക്ക് അവരെ എത്തിക്കാനായിട്ട് കുറേ ടൂളുകളും ഒക്കെ ഉള്ള എല്ലാം ഉണ്ട്. അതായത് ഒരാളെ അയാളുടെ ജീവിത വിജയത്തിൽ എത്തിക്കാൻ പറ്റുന്ന കുറേ ടൂളുകളുടെയും ടെക്നോളജികളുടെ ഒരു ഫ്രെയിം വർക്കാണ് ആക്സസ് കോൺഷ്യസ്നെസ്. ഇതിൽ ഒരു ബേസിക് ടൂളാണ് ആക്സസ് ബാർസ്. അതിപ്പം ഒരുപാട് പേർക്ക് അറിയാം, നമ്മുടെ തലയിലെ 32 പോയിന്റിൽ നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് ടച്ച് ചെയ്ത് റണ്ണ് ചെയ്യുകയാണ്. അവിടെ നടക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ സ്റ്റോറായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ചിന്തകൾ, തോട്ട്സ്, ഫീലിങ്സ്, എമോഷൻസ്, ജഡ്ജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഈ ലൈഫ് ടൈമിലെ മാത്രമല്ല പല ലൈഫ് ടൈമിലെയും പല ടൈമിലെയും ക്ലിയർ ആകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ബ്ലോക്കുകൾ ക്ലിയർ ആകുമ്പം, എൻ്റെ കാഴ്ചപ്പാട് പണത്തെ പറ്റിയുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ക്ലിയർ ആകുമ്പം പല പണത്തിൻ്റെ ബ്ലോക്കുകളും മാറിപ്പോകും. ഇപ്പം അനുഭവത്തിൽ തന്നെ നമുക്കുള്ളതറിയാം. പക്ഷേ ആക്സസ് ബാസിൽ പറയണത്, ഇപ്പോൾ ഒരു ഫെസിലിറ്റേറ്ററിനോ അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണർക്കോ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ഒരു പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് ഇത് നടക്കും എന്നുള്ള. കാരണം നമ്മൾ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ബിയോണ്ട് അവർ ഇമാജിനേഷനാണ്. അല്ലാതെ ഇത് 2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ നടക്കും, 3 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ നടക്കും എന്നല്ല. ഇത് ക്ലിയർ ആകുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. എനിക്കുണ്ടാകുന്ന അനുഭവം ആയിരിക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഒരാൾക്കല്ലേ പഠിക്കുന്ന ഒരാൾക്കുണ്ടാകുന്നത്. സോ ഇവരുടെ മണിയുടെ ഈ കാഴ്ചപ്പാടുകൾ, ജഡ്ജ്മെൻറ്റുകൾ മാറുമ്പം ഒരുപാട് മണി റിയാലിറ്റി മാറുന്ന അനുഭവം ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. തടസ്സമായി കിടക്കുന്ന, അതായത് പൈസ വരാനുള്ള വഴികളെല്ലാം, ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് മാത്രമല്ല, നമ്മൾക്ക് പുതിയ പോസിബിലിറ്റീസ് കാണാൻ പറ്റും. കാരണം പലപ്പോഴും നമുക്ക് പണം ഇല്ല എന്നൊരു പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? പണം ഇല്ലാത്തത് കൊണ്ടല്ല. ഈ പ്രപഞ്ചം ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരും ആവശ്യത്തിലധികം എടുത്താലും അതിലും അധികം സമ്പന്നമാണ് ഈ പ്രപഞ്ചം. ഇവിടെ ഒരു വ്യക്തിയെങ്കിലും എനിക്ക് കിട്ടുന്നില്ല, പോരാ എന്ന് പറഞ്ഞാൽ അത് റിസീവ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്.
അത് സ്വീകരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. എന്നിലേക്ക് വരുന്ന ആ എനർജി, മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഞാൻ പല രീതിയിൽ റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. എനിക്കിപ്പോൾ ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ ഞാനങ്ങ് തീരുമാനിക്കുക ഇങ്ങനെ ആണെങ്കിൽ മാത്രം ഐ വിൽ റിസീവ്. എനിക്ക് പണം വരണമെങ്കിൽ എൻ്റെ അച്ഛൻ തരണം, അമ്മ തരണം, ഹസ്ബൻഡ് തരണം, വേറൊരു പണവും ഞാൻ സ്വീകരിക്കുന്നത്. ഉദാഹരണമാണ്. അതായത് ഈ പണം വരാൻ 1000 മാർഗങ്ങളുണ്ട്, ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന 2ആണ്. ആ മാർഗത്തിലൂടെ വന്നില്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കത്തില്ല. അതുപോലെ ഈ സമ്പന്നതയെന്ന് പറയുന്നത്, പണമെന്ന് പറയുന്നത് പോസിബിലിറ്റീസ് ഒരുപാടുണ്ടെങ്കിലും നമ്മൾ കാണാറില്ല. അതായത് ഞാൻ ഇന്ന ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സമ്പത്ത് വരും, അപ്പോൾ ആ ഒരു വാതായനം തുറക്കണം അല്ലേ, ആ രീതിയിൽ ചിന്തിക്കണം. അത് മാത്രമല്ല, ഇപ്പം ഇവിടെ ഒരു സിറ്റുവേഷൻ ഒരാളായിരിക്കുകയാണ്, അവർക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട്, അവിടെ ഒരു 1000 സാധ്യതകളുണ്ടാവും. ആ സാധ്യതയെ കാണാൻ നമുക്കൊരു കാഴ്ച ഉണ്ടാവണം. സാധ്യതകൾ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ കാണാനും ചൂസ് ചെയ്യാനും അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ ചിന്തകൾ തന്നെയാണ്. കാരണം നമുക്ക് ഈ ഔട്ടർ വോയിസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ പറയണതും നമ്മുടെ തലയ്ക്കകത്തൂടെ ഒരുപാട് കാര്യങ്ങളാണ് പോകുന്നത്. ഇതിൻ്റെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ശരിക്കുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കാറില്ല. നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമുക്കത് കാണാനോ തിരിച്ചറിയാനോ ചൂസ് ചെയ്യാനോ സാധിക്കാനോ. നമ്മൾ ഈ ബാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ അല പോലെ അടിക്കുന്ന തോട്ടുകളൊക്കെ അങ്ങ് ശാന്തമാവുക ചെയ്യുന്നത്, മനസ്സ് ശാന്തമാവും. അവിടെ നമുക്ക് സാധ്യതകൾ തുറക്കുകയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് സാധ്യതകൾ, നമ്മുടെ ജഡ്ജ്മെൻറ്റുകളൊക്കെ ഒരുപാട് ജഡ്ജ്മെൻറ്റുകൾ ക്ലിയർ ആകുമ്പം ബന്ധങ്ങൾ ഒരുപാട് നല്ലതാകും. കാഴ്ചപ്പാടുകൾ മാറുമ്പം ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന രീതിയിലായിരിക്കുകയല്ല നമ്മുടെ ആ ജീവിതത്തെ കാണാൻ തുടങ്ങുന്നത്. അതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനു മുന്നേ നമ്മൾ എത്ര ശ്രമിച്ചാലും, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഈ ബാസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തലയിൽ കയറുന്നതെല്ലാം മനസ്സിലാകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ആക്സസ് ബാസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. അല്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങളുണ്ടാവും. ചില ആളുകൾ എൻ്റെ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി, എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പർപ്പസിന് വേണ്ടി അങ്ങനെ വരുന്ന ആളുകളും ഉണ്ട്. നമ്മൾ ഈ ബാസ് ചെയ്യുമ്പം അവരുടെ ഇൻറ്റൻഷൻ അനുസരിച്ച് അവരുടെ തടസ്സങ്ങൾ മാറുകയും അവരുടെ ജീവിതം ബെറ്റർ ആകുകയും ചെയ്യുന്നുണ്ട്. അതിലും അപ്പുറം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ബന്ധങ്ങൾ നന്നാകുക, പണം വരിക, അതിലും അപ്പുറം നമ്മളുടെ ബോധതലത്തിൽ ഒരു ഉണർവുണ്ടാകും. നമുക്ക് നമ്മുടെ ബോധതലം ഒരുപാട് വർദ്ധിക്കുകയും ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുകയും തിരിച്ചറിയാനും സാധിക്കും. ഈ ബാസ്, അക്സസ് ബാസ് അല്ലെങ്കിൽ അക്സസ് കോൺഷ്യസ്നെസ് എന്നെ അട്രാക്ട് ചെയ്തത് അത് ഒന്നിനും എതിരല്ല. നമ്മുടെ വിശ്വാസങ്ങൾക്കോ, നമ്മൾ ആരെയും ഫോളോ ചെയ്യണ്ട, നമ്മൾ ആരുടെയും ഫോളോവർ അല്ല, നമ്മൾ നമ്മളെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ആരും വന്ന് നമുക്ക് പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ, പിന്നെ എനിക്കുണ്ടായ പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവുമായിട്ടും പ്രകൃതിയായിട്ടും ഒരുപാട് അടുക്കാൻ സാധിച്ചു. അതുവരെ ഞാൻ കാണാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ഒത്തിരി മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മുന്നിലൂടെ പോകുന്നു. നമ്മൾ ഇതുവരെ അറിയാതിരുന്ന ഒരുപാട് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് തുറന്നു കിട്ടുക, നമ്മൾ എത്ര അമൂല്യമായിട്ടുള്ള ശക്തിയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് സ്വയം ഒരു തിരിച്ചറിവ്. ഇന്നും പറഞ്ഞു കഴിഞ്ഞാൽ പലതും പറയുമ്പം അത് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ നമ്മളെ തിരിച്ചറിയാനും, നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ചുറ്റും നടക്കുന്നതിൻ്റെയൊക്കെ ശരിക്കുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയാനും, നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർ പറയുമ്പം അത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും. നമ്മൾ കൂടുതൽ ആക്സസ് പറയുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ ആകുക, ചോദ്യങ്ങൾ ചോദിക്കുക, വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തെയും നമുക്ക് നേരിടാനുള്ള, അല്ലെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാനുള്ള പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ചെറുതാണെങ്കിലും, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തരുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ അതൊരു കൊണ്ടുവരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അനുഭവിച്ച് തന്നെ അറിയണം നമ്മളത്. ഞാൻ എപ്പോഴും കേട്ടുള്ള കാര്യം അങ്ങനെയാണ്. അത് ഈ പറഞ്ഞ ആക്സസ് ബാഴ്സ് അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണമെന്നാണ് പറയുന്നത്. അപ്പം ഈ മണി ആൻഡ് അബണ്ടൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ അത് മാം ആ കൊടുക്കുന്ന കോഴ്സ് എനിക്കൊന്ന് 60 ദിവസമോ എത്ര ദിവസം, അതോ ഒരാഴ്ചയാണ്? ഒരാഴ്ച, 7 days. അതൊരു ബേസിക് കോഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ആക്സസ് അത് ഡിഫറെൻ്റ് ആയിട്ട് മണി കോൺഷ്യസ്നെസ്, അതായത് അത് വേറെയാണ് കൊടുക്കുന്നത്. അതായത് പണത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ല. പണം എന്ന് പറയുന്നത്
പറയുന്നത് ഈ പുറത്തുനിന്ന് വരുന്നതല്ല, ആദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ്. നമ്മളിൽ പണം വരുന്നില്ലെങ്കിൽ നമ്മുടെ കുറേ വിശ്വാസങ്ങൾ അതിലുണ്ട്, നമ്മുടെ കുറേ പാറ്റേണുകളുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകളുണ്ട്. ഈ ഞാൻ ആദ്യം പറഞ്ഞത് പോലെ തന്നെ ഒരേ സമയം പണത്തെ ഇങ്ങോട്ട് വലിക്കുകയും അതേ അളവിൽ തന്നെ പുറത്തോട്ട് തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു എനർജി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത് അവർക്ക് അവയർനെസ് കൊടുക്കുക, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ മാറ്റങ്ങൾ പതുക്കെ പതുക്കെ കുറേ ആക്ടിവിറ്റീസ് നിറഞ്ഞ് അവർ വർക്കൗട്ട് ചെയ്ത് അവരുടെ മണി റിയാലിറ്റി മാറ്റുന്നതാണ്. പലരും എൻ്റെ ക്ലാസ്സിൽ വന്ന പലരും പറഞ്ഞിട്ടുണ്ട്, പണം നിൽക്കത്തില്ല, പണം വന്നാൽ എനിക്കൊരു 1 ലക്ഷം രൂപ വന്നാൽ 1.25 ലക്ഷത്തിനുള്ള ചിലവും കൂടെ വരും. അത് എവിടുന്ന് വന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് കേട്ട് വളർന്നു. അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് ബിസിനസ് ഞങ്ങളുടെ കുടുംബത്തിന് പറഞ്ഞിട്ടുള്ളതല്ല ബിസിനസ്. അത് ആർക്കാ ബിസിനസ് പറഞ്ഞിട്ടുള്ളത്? അത് ഇച്ചിരി പിടിച്ചു പറയുക അല്ലെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയുന്ന ആളുകൾക്ക്, അങ്ങനെ സ്വാർത്ഥരായിട്ടുള്ളവർക്കാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ എന്താണ്, ഒന്നീ നല്ലവനായിരിക്കണമെങ്കിൽ പണമില്ലാതിരിക്കണം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്വാർത്ഥനും പിടിച്ചു പറയുള്ള ആളാണെങ്കിലും എനിക്ക് പണക്കാരനാകാൻ സാധിക്കുള്ളൂ. സോ ഒരിക്കലും നമ്മൾ പണമുള്ള ആളാകില്ല. പണം വരുന്ന പോലെ പോകും. അതുപോലെ ഒത്തിരി പേർക്കുണ്ട് പണം വരുന്ന മൊത്തം കയ്യിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ചിലവായി പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിലുള്ള വിശ്വാസം നല്ല സ്ട്രോങ്, അവരുടെ ഉള്ളിലുള്ള പ്രോഗ്രാമിംഗ് പണിയുമായിട്ട്. കാരണം പണം കൈ നിൽക്കത്തില്ല എന്നുള്ള മനസ്സിൽ ചിന്താഗതിയാണ് അങ്ങനെ ആക്കുന്നത്. ചിന്താഗതി, നമ്മുടെ ഫോക്കസ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻ ആകുന്നത് അങ്ങനെയാണ്. എൻ്റെ കയ്യിൽ പണം നിൽക്കത്തില്ലെങ്കിൽ ആ പണം പോകാനുള്ള എല്ലാ സാധ്യതകളും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പണം എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഒരു 1.25 ലക്ഷത്തിനുള്ള ചിലവിനെയും കൂട്ടിക്കൊണ്ടുവരും. അതാണ് നമ്മളുടെ. അതല്ല, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണം കാണും, അല്ലെങ്കിൽ ഞാൻ സൂക്ഷിക്കുക, അങ്ങനെ ഒരു ചിന്താഗതിയാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യത്തിനുണ്ട്. ചിന്താഗതി വേറെ, വിശ്വാസം വേറെ. നമ്മൾ ഈ പുറത്ത്, അതുകൊണ്ടാണല്ലോ ഞാൻ സമ്പന്നയാണ് എന്ന് പുറത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് പണത്തിന്റെ പ്രശ്നം വരുന്നത്. എൻ്റെ ഉള്ളിൽ മണി ഈസ് വെരി ഹാർഡ്, വരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കൊരു പ്രോഗ്രാമിംഗ് അകത്ത് കിടപ്പുണ്ടെങ്കിൽ അതിനോടാണ് നമ്മുടെ ലൈഫ് റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മൾ ഈ പുറത്ത് പറയുന്നതിനോടല്ല. ഇത് കുറേ കാര്യങ്ങളുണ്ട്. ഈ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് ഉണ്ട്. നമ്മുടെ കുടുംബത്തിലെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാമിലി ഫോളോ ചെയ്ത് വരുന്ന സമ്പത്തുമായിട്ട് ഈ സിസ്റ്റം ചെയ്തു വരുന്ന കാരണം ഈ പണം എല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഈ പണത്തെ ചുറ്റിപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം, ജഡ്ജ്മെൻറ്റ് നിറഞ്ഞു നിൽക്കുന്നത്. ഈവൻ എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നോട് വാദിക്കുക തന്നെ ചെയ്തു, എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പല അനുഭവങ്ങളാണ്. ഒരു കുടുംബത്തിൽ പണമുണ്ടായി, പണം ഉള്ളത് കൊണ്ട് അവർക്ക് യോജിപ്പില്ല, അവർ തമ്മിൽ തല്ലുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ പണം ഒരിക്കലും അത്യാവശ്യത്തിന് ജീവിക്കാൻ മതി, അതിൽ കൂടുതലായ പ്രശ്നമാണ്, ബന്ധങ്ങളെ തകർക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ പണം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. ഒരേ സമയം പണത്തെ സ്നേഹിക്കുകയും അതേ അളവിൽ വെറുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല, പക്ഷെ ഉള്ളിൽ പറഞ്ഞു വരുമ്പം ഇതാണ് പ്രശ്നം. പല പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം പണം ഉണ്ടാകുമ്പോൾ ആളുകളുടെ സ്വഭാവം മാറുന്നു, ബന്ധങ്ങളിൽ മാറുന്നു. ശരിക്കും പണം ഉണ്ടാകുന്നതുകൊണ്ടല്ല മാറുന്നത്, നമ്മുടെ ബേസിക് ക്യാരക്ടർ അങ്ങനെയാണ്. പണമില്ലാത്ത സമയത്ത് അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല, പണം വന്നപ്പോൾ പ്രകടിപ്പിക്കുന്നു. പലരും പറയാറുണ്ട് പണം ഒത്തിരി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു നല്ല വ്യക്തിയുടെ കയ്യിൽ പണം വന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. അതേ ഒരു മോശം വ്യക്തിയുടെ കയ്യിലാണ് പണം വരുന്നെങ്കിൽ അത് മോശമായിട്ടുള്ള, അത് പണത്തിൻ്റെ നേച്ചറല്ല. പണം ആരുടെ കയ്യിലിരിക്കുന്നോ അവരുടെ സ്വഭാവം അനുസരിച്ച്, അവരുടെ ചിന്താഗതി അനുസരിച്ചാണ് അതിൻ്റെ എനർജി. അത് പണമല്ല ഇവരെ മാറ്റുന്നത്, ആളുകൾ എങ്ങനെയുള്ളതാണ് അതനുസരിച്ചാണ് അനുഭവം മാറുന്നത്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പണത്തെയാണ് കാണുന്നത്, കാഴ്ചപ്പാടാണ് മാറേണ്ടത്, പണത്തോടുള്ള കാഴ്ചപ്പാട്. ചിലർ പറയും എനിക്ക് ആവശ്യത്തിനുള്ള പണം മതി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ബുദ്ധിമുട്ടുള്ളതായി തീരും, പിന്നെ ജീവിത സ്വർഗത്തിൽ പോകുക, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കുറഞ്ഞ പക്ഷം നമ്മുടെ കയ്യിൽ പണം ഉള്ളപ്പം ഈ പണത്തെ പറ്റിയുള്ള വേദനകളും വിഷമങ്ങളും ആശങ്കകളും എങ്കിലും കുറയും. രണ്ടാമത് നമ്മൾ നല്ലതായി ചിന്തിക്കുകയാണെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് ഈ പണം തരും. അപ്പം ഞാൻ വളരെ നല്ല വ്യക്തിയാണ്, എൻ്റെ ഉള്ളിൽ വളരെ നല്ല ആശയങ്ങളും കാര്യങ്ങളും ഉണ്ട്, എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എൻ്റെ നന്മയിൽ എനിക്ക് നിലനിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്താഗതി മാറും, നമ്മൾ നെഗറ്റീവിലേക്കും അല്ലെങ്കിൽ കോൺസിക്വൻസിലേക്കും ചിന്തിക്കും.
സോ ഒരിക്കലും പണമല്ല മനുഷ്യനെ മോശമാക്കുന്നത്. നമ്മൾ തന്നെയാണ് അത് നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാട് മാത്രമാണ് കാഴ്ചപ്പാട് മാത്രമല്ല, നമ്മുടെ സമൂഹം നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്, നമ്മുടെ മതം, നമ്മുടെ കുടുംബം, നമ്മുടെ പേരൻസ്, നമ്മുടെ അനുഭവം, ഇതെല്ലാം വളരെയധികം ഘടകങ്ങളാണ് പണവുമായിട്ട്. ഏറ്റവും അധികം വർക്ക് ചെയ്യാനുള്ളതും മണിയുമായിട്ടുള്ള കാര്യത്തിലാണ്. ഇതിലൊരു വിരോധാഭാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പണമുള്ളവരാണ് ഇതിൻ്റെ പേരിൽ ഒരുപാട് വറിയും കഷ്ടപ്പാടും അനുഭവിക്കുന്നത്, സ്ട്രെസ് അനുഭവിക്കുന്നത്. ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് കോടിക്കണക്കിന് അസറ്റ് ഉണ്ടാവും, പക്ഷെ സമാധാനം ഉണ്ടാവില്ല, നാളെപ്പറ്റി വറിയായിരിക്കും. അവരാണ് പറയുന്നത് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകളും കടത്തിൻ്റെയൊക്കെ കണക്കുകൾ പറയുന്നത്. അത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ കുറേ കോടികൾ കിട്ടി എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഈ കോടികളുള്ളവർ ലോട്ടറി അടിക്കുന്നവരുടെ കാര്യം പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിയുമ്പം അതേ അവസ്ഥയിലാണ്. ഈ ലോട്ടറിയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ്, ഈ പണം നല്ലതാന്ന് പറയുന്നത്, പിന്നെ ലോട്ടറി അടിച്ചിട്ട് അവരുടെ ജീവിതം മാറാത്തത് എന്താണ്? അവരുടെ കയ്യിൽ ലോട്ടറി അടിച്ച് കുറച്ച് പണം മാത്രമേ വന്നുള്ളൂ, അവരുടെ ഉള്ളിലുള്ള ചിന്താഗതി മാറിയിട്ടില്ല, ജഡ്ജ്മെന്റ് മാറിയിട്ടില്ല, അവരുടെ ജീവിത രീതി മാറിയിട്ടില്ല. ഇത് മാറാത്തത് കൊണ്ട് തന്നെ അവർ ആ പഴയ അവസ്ഥയിലും മോശമായ അവസ്ഥയിലേക്ക് ചെന്നെത്തും. കാരണം അവരുടെ ഉള്ളിൽ അവർ സമ്പന്നരായിട്ടില്ല, ആ സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയില്ല. അതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലല്ലേ, സബ് കോൺഷ്യസ് മൈൻഡിൽ എങ്ങനെ സമ്പന്നരാവാം എന്നാണ് പഠിക്കേണ്ടത്. സമ്പന്നരാകാന്നല്ല, നമ്മൾ സമ്പന്നരാകണം. നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള കറൻസി മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള എന്തിനേയും ഉണ്ട് എന്ന് കാണാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മൾ സമ്പത്ത്. ഇപ്പം ചിലർ പറയും, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളുടെ ഇന്നത്തെ നമ്മുടെ വരുമാനം ഇതില്ലാത്തവൻ്റെ ഒരു സ്വപ്നമാണ്. നമ്മളതിനെ കുറ്റം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ എന്ന്. ഇന്ന് നമുക്കുള്ള ആരോഗ്യം ഒരു രോഗിയുടെ സ്വപ്നമാണ്. നമുക്കിന്നുള്ള ഭവനം ഇല്ലാത്തവൻ്റെ സ്വപ്നമാണ്. നമ്മളത് ഉള്ളതുപോലെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിലും മുകളിലേക്ക് നോക്കും. ഒരു വാഹനം ഉള്ളവൻ എന്താ വിചാരിക്കുന്നത്? അടുത്ത ലെവലിലേക്ക് പോകാനുള്ളതാണ് വിചാരിക്കുന്നത്. ഇതുണ്ടേ എന്ന് നമ്മൾ ചിന്തിച്ച് അതിന് നമ്മൾ കൃതജ്ഞത അല്ലെ നന്ദിയുള്ളവരാകുമ്പോഴാണ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ സമ്പന്നരാകുന്നത്. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ സമ്പന്നരാകുന്ന ഒരു വ്യക്തിയിലേക്കാണ് കൂടുതൽ സമ്പത്ത് വന്ന് നിറയുന്നത്. ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസിൽ വെച്ചിട്ട് നമ്മൾ സമ്പന്നനാണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് വലിയൊരു അറിവാണ് കേട്ടോ. താങ്ക് യു.